ഇന്ന് സദൻ മെനുവിൽ ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് സദൻ മെനുവിൽ കൂടി കാണിച്ചു തരുവാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സദൻ മെനുവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെയുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ചൂടായ സമയത്ത് ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഈ ഒരു പരിപ്പ് കറിക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഈ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്തായാലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഏകദേശം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഏകദേശം 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ, കാരണം നല്ല എരിവുള്ള ഉണക്കമുളകാണ്. പിന്നെ ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കായം കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിമൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ വലിപ്പമുള്ള വലിയൊരു സവാള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണമാണ് ചേർത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ സവാള നമുക്ക് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ഒന്ന് വരണം, അതുവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ, അതായത് ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെന്ന് നോക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം, അതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അതൊരു ഞാൻ 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറണം, അതുവരെ അതൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം മറക്കാതെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് തോരപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തോരപ്പരിപ്പോ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുപരിപ്പുണ്ടല്ലോ, നമ്മൾ പായസമൊക്കെ വെക്കാൻ എടുക്കുന്ന ആ പരിപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ 1/2 കപ്പ് തോരപ്പരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 പിടി പരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി ചെറുപരിപ്പും പകുതി തോരപ്പരിപ്പും ചേർക്കാം, ഒരു കുഴപ്പമില്ല. ചെറുപരിപ്പും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കണം. ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കാരണം ഞാൻ ചോറിന് ഉണ്ടാക്കുവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം കുറയ്ക്കാം. ഇത് കുറച്ച് ഇരിക്കും തോറും ഇതൊന്ന് കട്ടിയായിട്ട് വരും, അപ്പോൾ ഇത് കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു 3 വിസിൽ വരുന്നത് വരെ ഞാനിതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്.
അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പരിപ്പൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഒരു തവി വെച്ച് ഉടക്കാമില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ച് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് ലിക്വിഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്നുകൂടെ തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മല്ലിയിലയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനൊന്നും ചേർക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉപ്പൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് വന്നോളും. ഇത് ഇരിക്കും തോറും കട്ടിയാവും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പരിപ്പ് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുക്കറിൽ നിങ്ങൾ വേവിക്കുന്ന സമയത്ത് പരിപ്പ് നന്നായിട്ട് കുറുകിയിട്ടാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് നേർപ്പിച്ചെടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും ഒരു 2-3 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി അങ്ങ് കുറുകും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പരിപ്പ് കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്